ഒരു ആചാരം എന്ന് മുതലാണ് ആചാരം എന്ന് പറഞ്ഞാല് മനുഷ്യനിർമ്മിതമായിട്ടോ വർഷങ്ങളായിട്ടുള്ള ആചാരങ്ങളാണ്. 18ാം നൂറ്റാണ്ട് സാറേ, 12ാം നൂറ്റാണ്ടില് മാമാങ്കത്തിന് കഥന പൊട്ടിച്ചിട്ടുണ്ട്. 18ാം നൂറ്റാണ്ട് തൊട്ടാണ് വെടിക്കെട്ട് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ അല്ലാന്ന് പറയണെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കാദ്യം. അദ്ദേഹം പറഞ്ഞത് വെടിക്കെട്ടിനെ സംബന്ധിച്ച് അപകടമുണ്ടാകുന്നത് കൊണ്ടാണ് നിരോധിക്കണമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ കണ്ടന്റ്. അങ്ങനെ അപകടമുണ്ടാകുന്ന സാഹചര്യങ്ങളെ മുഴുവൻ അവസാനിപ്പിക്കണമെങ്കിൽ ഒരുപക്ഷെ ലോകത്ത് എയറോപ്ലെയിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും വേഗം എന്ത് ചെയ്ത തീ കത്തുന്ന ഒരു സാധനം, അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യപ്പെടണം. ഞാൻ പറഞ്ഞു തരട്ടെ. അപകട മേഖലയാണ് ഇത് നിരോധിക്കാനുള്ളതിന്റെ അടിസ്ഥാനമെങ്കിൽ എങ്കിലാന്ന് ഞാൻ പറയാം. അടിസ്ഥാനമെങ്കിൽ ഇത് നിരോധിക്കപ്പെടാനുള്ളതിന്റെ അടിസ്ഥാനം ഇതൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഏതാണോ ഇത്തരത്തിലുണ്ടാകുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ, ഇത് മൂന്നും കൂടെ ചേർന്ന് നിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും അവസാനിപ്പിക്കണമെന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. മറ്റൊന്നുമല്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ആണ്. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. പള്ളിയിലായിക്കോട്ടെ, പാവറട്ടി പെരുന്നാളിലായിക്കോട്ടെ, ലക്ഷങ്ങൾ വരുന്നത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഭാഗമായിട്ടാണ്. അത് നിരോധിക്കണമെന്ന് പറയുന്നത് വെറും ബാലിശം മാത്രമാണ്. ഇതില്ലാതാകണം. അടുത്ത തലമുറ ഇതൊന്നും കാണരുത്. തൃശ്ശൂർ പൂരം അടുത്ത തലമുറ നമ്മുടെ മക്കൾ കാണരുത്, നമ്മുടെ മക്കളുടെ മക്കൾ കാണരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവര്. അതുണ്ടാവാൻ പാടില്ല. കാരണം നമ്മൾ തീർച്ചയായിട്ടും ഗൂഢാലോചനയുടെ സാമ്പത്തിക സോഴ്സ് ഉണ്ട് ഇതിനെ പറയിൽ. താങ്കളൊന്ന് നേക്കണം. ഗൂഢാലോചന പൊളിക്കാൻ പോവാ. ഗൂഢാലോചനയുണ്ടോ? രണ്ട് കാര്യം പറയാണ്ട്. ഒന്ന് നടക്കണത് ഗൂഢാലോചനയുണ്ടോ? ഒന്നിപ്പോ നടക്കണത്. രണ്ടിന് നടക്കേണ്ട കാര്യം. ഒന്ന് ചൈനക്കാര് കണ്ടുപിടിച്ചാണ് പടക്കം. ഇതാണ് അവരുടെ പ്രശ്നം. ചൈനക്കാര് കണ്ടുപിടിച്ചാണ് പടക്കം. കേരള സർക്കാര് ഇന്നുവരെ പടക്കം ഉണ്ടാക്കുന്ന ഒരു വ്യവസായമാണെന്ന് ഇന്നുവരെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല. അതില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.